പ്രിയപ്പെട്ടവരെ, സുഖമാണല്ലോ. വെൽക്കം ടു ഡേ 43. ഇന്ന് സഭ ഓശാന ഞായറാഴ്ച പാം സൺഡേ ആഘോഷിക്കുകയാണല്ലോ. രാജാക്കന്മാരുടെ രാജാവായ യേശു കല്ലുവിരിച്ച വീതികളിലൂടെ ജെറൂസലേമിലേക്ക് കടന്നു വരുന്ന സുദിനം. ഒരു കൊച്ചു ചിന്തയിൽ നിന്ന് തുടങ്ങാം. ഒരിക്കൽ ഒരു കുതിരയും ഒരു കഴുതയും തമ്മിൽ സംസാരിക്കുകയായിരുന്നു. കുതിര പറഞ്ഞു, ഞാൻ യുദ്ധത്തിനുള്ളതാണ്. രാജാക്കന്മാർ എൻ്റെ പുറത്താണ് കയറുന്നത്. അപ്പോൾ കഴുത പറഞ്ഞു, എൻ്റെ പുറത്ത് വലിയ വീരന്മാരില്ലായിരിക്കാം, പക്ഷെ എൻ്റെ പുറത്ത് സമാധാനത്തിൻ്റെ രാജാവുണ്ട്. എനിക്ക് വേഗത്തിൽ ഓടാൻ കഴിവില്ലായിരിക്കാം, പക്ഷേ ഞാൻ അവനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. ഗാഡ് ഡസൻറ്റ് ഓൾവേസ് ചൂസ് ദ സ്ട്രോങ്ങസ്റ്റ്, ഹി ചൂസസ് ദ അവൈലബിൾ. ഒരു കൊച്ചു കഴുതക്കുട്ടിയുടെ പുറത്തു കയറി യേശു വന്നത് നമുക്ക് വേണ്ടിയാണ്. ഈ ഓശാന സന്ദേശത്തിൽ നിന്ന് നമുക്കിന്ന് ഒരു പ്രധാന കാര്യം പഠിക്കാം. സ്തുതിപ്പുകൾക്കിടയിലെ എളിമ. ദ കിങ് ഓൺ എ ഡോങ്കി. ജെറുസലം ജനത തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു. ഈന്തപ്പനയോലകൾ വീശി ഉറക്കെ അവർ വിളിച്ചു പറഞ്ഞു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ. ബ്ലസ്സഡ് ഈസ് ദ കിങ് ഹു കംസ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്. ലോകം കണ്ട ഏറ്റവും വലിയ രാജാവ് ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ് വന്നത്. അഹങ്കാരമല്ല, എളിമയാണ് ദൈവരാജ്യത്തിൻ്റെ അടയാളം. ജീസസ് എൻറ്റേർഡ് ആസ് എ കിങ് ഓഫ് പീസ്, നോട്ട് എ കിങ് ഓഫ് പവർ. നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകുമ്പോൾ, എല്ലാവരും നമ്മെ പുകഴ്ത്തുമ്പോൾ നമ്മുടെ മനസ്സെവിടെയാണ്? ഹോസാന എന്ന് ആൾക്കാർ വിളിക്കുമ്പോൾ യേശുവിന് അറിയാമായിരുന്നു ഇത് ദുഃഖവെള്ളിയാഴ്ച ക്രൂശിക്കുക എന്ന വിളിയിലേക്ക് മാറുമെന്ന്. അതുകൊണ്ട് അവിടുന്ന് പതറിയില്ല. ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ വിജയങ്ങളുടെ ക്രെഡിറ്റ് ദൈവത്തിന് നൽകാം. ആരെങ്കിലും നമ്മെ പുകഴ്ത്തിയാൽ അത് നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഓർക്കാം. നമ്മുടെ ഹൃദയമാകുന്ന ജെറൂസലേമിലേക്ക് ഇന്ന് യേശുവിനെ സ്വീകരിക്കാം. ഡോണ്ട് ലെറ്റ് ദ ചിയേഴ്സ് ഓഫ് ദ വേൾഡ് ഗെറ്റ് ടു യുവർ ഹേർട്ട്. കീപ് യുവർ ഹാർട്ട് ഹംബിൾ ലൈക്ക് ദ ഡോങ്കി ദറ്റ് ക്യാരിഡ് ജീസസ്. എളിമയുള്ള ഹൃദയങ്ങളിൽ മാത്രമേ യേശുവിന് രാജാവായിരിക്കാൻ കഴിയൂ. എ ഹംബിൾ ഹാർട്ട് ഈസ് ദ ബെസ്റ്റ് ത്രോൺ ഫോർ ജീസസ്. ഈ ഓശാനയുടെ സന്ദേശം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓശാന ഞായർ ആശംസകൾ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.